താമരശ്ശേരി ചുരത്തിലേക്ക് പോകാം. അവിടെ 9-ാം വളവിൽ ലോറി കുടുങ്ങിയിട്ടുണ്ട്. ചുരത്തിൽ ഭാഗിക ഗതാഗത തടസ്സമുണ്ട്. പുലർച്ചെ 6:30 ലോറി കുടുങ്ങിയത്. 9-ാം വളവിലെ ലോറി കേടായതിനെ തുടർന്ന് 8-ാം വളവിലും എല്ലാം തന്നെ ലോറികൾ ലൈനായി പോകുന്നതിനെ തുടർന്നുള്ള നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദു, ചുരത്തിൽ ഈ ലോറി കുടുങ്ങുന്നത്, മറ്റു വാഹനങ്ങളൊക്കെ കുടുങ്ങുന്നത് ഇപ്പോൾ ഒരു പതിവ് കാഴ്ചയായിട്ടുണ്ട്. എല്ലാ ദിവസവും, ഒട്ടുമിക്ക ദിവസങ്ങളിൽ വാർത്ത വരികയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ലോറി അവിടെ നിന്ന് നീക്കിയിട്ടുണ്ടോ? ദിവ്യ ഈ പറഞ്ഞതുപോലെ തന്നെ താമരശ്ശേരി ചുരം വഴി വയനാട്ടിലേക്ക് പോകാൻ 2 വട്ടം ആലോചിക്കേണ്ട സ്ഥിതി വർദ്ധിച്ചു വരികയാണ്. ഇന്നിപ്പോൾ പുലർച്ചെ 6:30 കൂടിയാണ് 9-ാം ചുരത്തിൽ ഒരു ലോറി കുടുങ്ങി കിടക്കുന്നത്. ഇതോടെ ഇവിടെ ഭാഗികമായി മാത്രമാണ് വാഹനങ്ങൾ കടന്നു പോവുകയും ചെയ്യുന്നത്. നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് താഴെ 2-ാം ചുരം വരെ വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയുന്നത് പോലെ ഇന്ന് 2-ാം ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ചയാണ്. 2 ദിവസത്തെ അവധിക്ക് വേണ്ടി വയനാട്ടിലേക്ക് പോകുന്നവരുടെ നീണ്ട നിര അവിടെയുണ്ട്. അതുകൊണ്ട് രൂക്ഷമായ ഗതാഗത കുരുക്ക് അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് വരും മണിക്കൂറുകളിലും. ഏതായാലും ലോറി ഇപ്പോഴും മാറ്റിയിട്ടില്ല. ലോറി മാറ്റാനുള്ള നടപടികൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോറി ചുരത്തിൽ കുടുങ്ങിയാൽ അടിവാരത്ത് നിന്നും മെക്കാനിക്ക് വരണം. അവിടെ എത്തി പരിശോധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സ്പെയർ പാർട്ടുകൾ വേണമെങ്കിൽ വീണ്ടും അടിവാരത്ത് പോയി കൊണ്ടുവരേണ്ട ഒരു സ്ഥിതിയൊക്കെയുണ്ട്. അങ്ങനെ മണിക്കൂറുകൾ ഈ ലോറി ഇവിടെ നിന്നും മാറ്റാൻ ആവശ്യമായി വരും. ഇനി ലോറി മാറ്റിയാൽ പോലും ഈ ഗതാഗത കുരുക്ക് പൂർണ്ണമായും പരിഹരിച്ചെടുക്കാൻ വീണ്ടും മണിക്കൂറുകൾ വേണ്ടിവരുമെന്നുള്ളതാണ്, പ്രത്യേകിച്ചും അവധി ദിനമായതുകൊണ്ട്. ഏതായാലും ഇവിടെ ഭാഗികമായി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്, പോലീസ് നിയന്ത്രിക്കുന്നുണ്ട്. ആരെങ്കിലും വയനാട് ചുരം വഴി പോവുകയാണെങ്കിൽ ആവശ്യ സാധനങ്ങളൊക്കെ കയ്യിൽ കരുതി പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.